നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ആദ്യ നദീ പുനരുജ്ജീവന പദ്ധതിയായ കാനാമ്പുഴ പുനരുജ്ജീവന പദ്ധതിയുടെ ഒന്നാം ഘട്ടം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നാടിന് സമർപ്പിച്ചു. എളയാവൂർ കൂടത്തിൽ താഴെയിൽ പുഴയോരത്ത് നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. കോൺട്രാക്ടർമാരായ KT ദേവസ്യ, MK രത്നാകരൻ എന്നിവർക്ക് മന്ത്രി ഉപഹാരം നൽകി. മലിനീകരണവും പലവിധ ഇടപെടലുകളും മൂലം ശോഷിച്ച് ജലരേഖ പോലെയായി മാറിയിരുന്ന കാനാമ്പുഴ ശുചീകരണത്തിന്റെ ഭാഗമായി അത്ഭുതകരമായ ജനകീയ മുന്നേറ്റമാണ് നടന്നതെന്ന് മന്ത്രി പറഞ്ഞു. കാനാമ്പുഴ സമാരംഭത്തിൽ നിന്നെല്ലാം അറിയും. ഈ പറമ്പിലൂടെ നമ്മൾ 50 കിലോമീറ്റർ സഞ്ചരിച്ച് നടന്നുപോയി പദയാത്ര. അറബിക്കടലിൽ ഈ കാനാമ്പുഴ ബന്ധ് നിർമ്മിച്ചിരുന്ന സ്ഥലത്ത് വലിയ വിശദമായ പോയായിരുന്നു ഒരു ചരിത്രത്തെ ഓർമ്മിപ്പിച്ചിരുന്നു. ചെറുകെട്ടി ബാലകൃഷ്ണനായി. പക്ഷേ ബഹുമാനപ്പെട്ട ജനങ്ങളും മറ്റുകാരും പല രൂപത്തിലും ഭാഗത്തിലും കൈകാര്യം ചെയ്തതിൽ പിന്നെ നിലയിൽ വളരെ ശുഷ്കമായ ഒരു ജലരേഖയായി മാറി. അതിനെ പുനരുജ്ജീവിപ്പിക്കാനാണ് നമ്മൾ ഒരു മഹായജ്ഞം നടത്തിയത്. അവിടെ നമ്മുടെ നാഥ സമാരംഭിച്ചപ്പോൾ അത് വളർന്നു വന്ന് നമ്മുടെ ഓരോ പ്രദേശത്ത് എത്തിയപ്പോൾ എല്ലാം തന്നെ അത് ഒരു മഹാപ്രവാഹമായി ജനപ്രവാഹമായി രൂപംകൊള്ളുകയുണ്ടായി. എളയാവൂർ കൂടത്തിൻ താഴെയിൽ പുഴയോരത്ത് നടന്ന ചടങ്ങ് അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, സാഹിത്യകാരൻ MT വാസുദേവൻ നായർ എന്നിവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയാണ് ആരംഭിച്ചത്. കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ നിർമ്മല അധ്യക്ഷയായി. ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജലസേചന വകുപ്പിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും 4.40 കോടി രൂപ ഉപയോഗിച്ച് ചീപ്പ് പാലം മുതൽ തിലാനൂർ ശിശുമന്ദിരം റോഡ് വരെയുള്ള കാനാമ്പുഴയുടെ ഭാഗങ്ങളിലും കണ്ണൂർ മണ്ഡലം MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 കോടി രൂപ ഉപയോഗിച്ച് ചൊവ്വ റെയിൽവേ പാലം മുതൽ മണ്ടേൻ വയൽ വരെയുള്ള ഭാഗങ്ങളിലുമാണ് പുനരുദ്ധാരണ പ്രവൃത്തികൾ നടപ്പിലായത്. ഈ പ്രവൃത്തി വഴി എളയാവൂർ, പെരിങ്ങളായി പാടശേഖരങ്ങളിലേക്കുള്ള ജലസേചന സൗകര്യം വർദ്ധിച്ചു. കാനാമ്പുഴയുടെ സൗന്ദര്യം വീണ്ടെടുക്കുകയും പൊതുജനങ്ങൾക്ക് സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള കാൽനടയാത്രയ്ക്കായി നടപ്പാത നിർമ്മിക്കുകയും അതുവഴി വിനോദസഞ്ചാര സാധ്യത വർദ്ധിക്കുകയും ചെയ്തു. കാനാമ്പുഴ മുണ്ടേരി പഞ്ചായത്തിലെ അയ്യപ്പൻമലയിൽ നിന്നും ഉത്ഭവിച്ച് മാച്ചേരി, കാപ്പാട്, തിലാനൂർ, താഴെ ചൊവ്വ, കുറുവ, ആദികടലായി എന്നീ പ്രദേശങ്ങളിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന പുഴയായിരുന്നു. ഏതാണ്ട് 10 കിലോമീറ്ററാണ് പുഴയുടെ ദൈർഘ്യം. കയ്യേറ്റങ്ങളും കരയിടിച്ചൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങളും മാലിന്യ നിക്ഷേപവും കാരണം കാനാമ്പുഴ നാശോന്മുഖമായി മാറി. നഗരത്തിലെ ഓടകളിൽ നിന്നുള്ള അഴുക്കുവെള്ളം പുഴയിലേക്ക് ഒഴുക്കിവിട്ടതിനാൽ ജലം ഉപയോഗശൂന്യമായി. മത്സ്യസമ്പത്ത് നശിച്ചു. വേനൽക്കാലത്ത് വറ്റിപ്പോകുന്നതിനാൽ സമീപത്തെ പാടശേഖരങ്ങളിൽ കൃഷി ഇല്ലാതായി. പുഴയുടെ വീണ്ടെടുപ്പും പ്രകൃതിയുടെ സൗന്ദര്യവൽക്കരണവും നടത്തുന്നതിനൊപ്പം മറഞ്ഞുപോകുന്ന കാർഷിക സംസ്കൃതിക്ക് ഈ മാറ്റം എങ്ങനെ ഗുണകരമാക്കാമെന്നും ഈ പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷന്റെ എളയാവൂർ, ചേലോറ മേഖലകളിലുള്ള പരന്നുകിടക്കുന്ന നെൽപ്പാടത്തിന്റെ നടുവിലൂടെയാണ് കാനാമ്പുഴയുടെ സഞ്ചാരം. കാനാമ്പുഴയുടെ വികസന പദ്ധതിയിൽ ചീപ്പ് പാലം, കൂടത്തിൻ താഴെ എന്നിവിടങ്ങളിലായി 2 VCB പുതിയതായി പണിയുകയും തിലാനൂർ ബൈപ്പാസിനടുത്തും പെരിങ്ങളായി ശിശുമന്ദിരത്തിനടുത്തും നേരത്തെ ഉണ്ടായിരുന്ന VCBക്ക് ഷട്ടർ പണിയുകയും ചെയ്തത് മൂലം നീരൊഴുക്ക് നിയന്ത്രിച്ച് പുഴയുടെ ഇരുവശങ്ങളിലുമുള്ള നെൽപ്പാടങ്ങളുടെ ജലനിരപ്പ് നിയന്ത്രിക്കാൻ സാധിച്ചു. വളരെ വൈകി മാത്രം ചെയ്യാറുള്ള 2ാം വേള നെൽകൃഷി നേരത്തെ ചെയ്യാനും 3ാം വേളയായി പച്ചക്കറി ചെയ്യാനും കർഷകർക്ക് സാധിക്കുന്നു. എളയാവൂർ, ചേലോറ മേഖലകളിൽ ഉണ്ടായിരുന്ന തരിശു നിലങ്ങളും കൃഷി ചെയ്യുവാൻ കർഷകർ മുന്നോട്ട് വന്നു. ഇതുമൂലം ഏകദേശം 100 ഏക്കറോളം ഉണ്ടായിരുന്ന നെൽകൃഷിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ സാധിച്ചു.